നമസ്കാരം. ആലപ്പുഴയിൽ നിന്നുള്ള വാർത്തയാണ്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം VIP പരിവേഷത്തോടെ 4 കിലോയോളമുള്ള നെയ്മീൻ വേദിയിൽ. രാഹുലിന് തോമസിന്റെ സമ്മാനം എന്ന് മനോരമയിൽ തലക്കെട്ടിട്ട് വാർത്ത. പണ്ടിതുപോലെ സോണിയാഗാന്ധിക്ക് തിരുത മീൻ കൊണ്ടുകൊടുത്തു എന്നും പറഞ്ഞാണ് കോൺഗ്രസുകാർ KV തോമസിനെ തിരുത എന്ന പേരിട്ട് പരിഹസിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലും ഈ പ്രചരണ കാലത്തും ആ പേരിന്റെ കളിയാക്കൽ കേട്ടു. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ KV തോമസ് കംപ്ലൈൻറ്റും പറഞ്ഞു എന്നാണ് നമ്മൾ വാർത്തയിൽ വായിച്ചത്. എന്തായാലും AD തോമസ് ജാഗ്രതയോടെ ഇരിക്കുക, അത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. രാഹുലിൻ്റെ ഈ വാർത്താ വിഭവമായി മാറിയ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണ്, അല്ലാതെ മറ്റ് മീനിൻ്റെ കാര്യമല്ല നമ്മൾ പരിശോധിക്കുന്നത്. പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്കുള്ള പതിവ് വരവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാധാരണ സ്റ്റോറികളിൽ ഒരെണ്ണം മനോരമ എടുത്തടിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം ഉണ്ടായ രാഹുലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ വലിയ സ്വീകാര്യത രാഹുലിന് കിട്ടുന്നതിൽ പ്രധാന പങ്ക് ഇന്ത്യ മുന്നണിക്ക് ഉണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലെ MP മാർക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ CPIM-ന് ഒരു പങ്കുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിനെതിരായ BJP ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷവും മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കാണാറുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തിയാൽ സാധാരണ ഇടതുപക്ഷത്തെ അത്രയധികം കടന്നാക്രമിക്കാതെ BJP-യെ കടന്നാക്രമിച്ചു പോവുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ രീതി. എന്നാൽ ഇത്തവണ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഭരണം പിടിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. KC വേണുഗോപാലിൻ്റെ പിന്തുണയോടുകൂടി രാഹുൽ ഗാന്ധി KC എഴുതി കൊടുക്കുന്നത് വായിക്കുന്നു കേരളത്തിൽ വന്ന് ഈ പ്രചരണ കാലത്ത് എന്നുള്ള ആക്ഷേപം കൂടി കേൾക്കാണ്. എന്തായാലും മൂപ്പര് കേരളത്തിൽ വന്ന് ജിൻഡോ ജോണിൻ്റെ നിലവാരത്തിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന ഒരൊറ്റ എതിരാളിയെ മുൻനിർത്തിയുള്ള നിരന്തര പ്രസംഗങ്ങൾ, ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരാധകരും കൂടെ നിൽക്കുന്നവരെല്ലാം അന്തം വിട്ടുപോകുന്ന സമീപനം. ഇപ്പോൾ തേജസ്വി യാദവ് മുതൽ പ്രകാശ് രാജ് വരെ കേരളത്തിൽ പ്രചരണത്തിന് വന്നിട്ടുണ്ട്. ആർക്കാണ്? LDF-ന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ അവരൊക്കെ കാണിക്കുന്ന സംയമനമുണ്ട്. അതുപോലും ഇല്ലാതെ BJP വിരുദ്ധൻ എന്ന ലേബലിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി എന്താണ് ചെയ്യുന്നത്? BJP-ക്കെതിരായി ഒരക്ഷരം ദേശീയ തലത്തിൽ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഒന്നും പറയാതെ CPM-നെതിരെ ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്നു. ആർക്കെതിരെ? BJP-ക്കെതിരെ പോരാടുന്ന CPM-നെതിരെ. BJP-ക്കും മോദിക്കും സന്തോഷം, പെരുത്ത സന്തോഷം. ഇതുവരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടിഞ്ഞു പൊഴിഞ്ഞ് താഴെ പോകുന്ന കാഴ്ചയാണ് കേരളത്തിലേക്ക് നോക്കുന്ന ഇതര ഇന്ത്യൻ രാഷ്ട്രീയ മേഖലകളിലുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതിനെ തിരിച്ചുപിടിക്കാൻ എന്തുമാത്രം പെടാപ്പാട് പെടണം എന്ന് അവർ ചോദിക്കുന്നു. കേരളത്തിലെത്തിയ രാഹുലിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി. എല്ലാ പ്രചരണ കേന്ദ്രങ്ങളിലും രാഹുൽ പറഞ്ഞവയിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 1. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഒന്നാമത്തെ മൂപ്പരുടെ പതിവ് ചോദ്യം. അരവിന്ദ് കെജ്രിവാളിനെ അടക്കം ജയിലിലാക്കിയതിൽ മുഖ്യ പങ്കുവഹിച്ച കോൺഗ്രസും കേരളത്തിൽ ഒരു BJP വിരുദ്ധ ശക്തിയെ തളർത്താൻ ഇറങ്ങി എന്നതാണ് ദേശീയ തലത്തിൽ ഇത് വായിക്കപ്പെട്ടത്. മാത്രമല്ല, തിരിച്ചുള്ള ചോദ്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ദഹിക്കില്ല എങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ്. റോബർട്ട് വദ്രയുടെ കേസുകൾ എങ്ങനെ ആവിയായി പോയി എന്നതാണ് അതിലൊന്ന്. ഇത്ര വലിയ തട്ടിപ്പ് നടന്നിട്ടും നാഷണൽ ഹെറാൾഡ് കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ED-യെ കൊണ്ട് നിരന്തരം എഴുന്നള്ളിച്ചിട്ടും പെട്ടെന്നൊരു നാൾ നാഷണൽ ഹെറാൾഡ് കേസും എങ്ങനെ ആവിയായി പോയി എന്നാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പ്രതിയായ കേസ്. DLF BJP-ക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ടിന് ശേഷം ഈ കേസുകളിലുണ്ടായ മെല്ലെപ്പോക്കാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഈ ചോദ്യങ്ങൾ നിരന്തരം ഉയർന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനും സോണിയയ്ക്കുമെതിരായ നീക്കത്തിനെതിരെ ഏറ്റവും ശക്തമായി കേന്ദ്ര ഏജൻസികൾക്കും മോദി സർക്കാരിനും എതിരെ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതികരിച്ചത് CPM ആയിരുന്നു. അതേ CPM-ന്റെ നേതാവ് എന്താണ് അറസ്റ്റിലാകാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ചോദിക്കുന്നത്. സമീപകാലത്ത് ലോക്സഭയിൽ രാഹുലിന് ശബ്ദിക്കാൻ അവസരം പോലും കൊടുക്കാതിരുന്ന BJP സംഘപരിവാർ സർക്കാരിൻ്റെ നടപടിക്കെതിരെ CPM-ന്റെ രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് BJP-യെ കടന്നാക്രമിച്ച് അവരെ പ്രതിരോധത്തിലാക്കിയ കാര്യം നമ്മൾ വാർത്ത കണ്ടതാണ്. ന്യൂസ് ടോസിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ആ രാഹുൽ ഗാന്ധി വന്ന് ചോദിക്കുകയാണ്, എന്താണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് BJP സർക്കാർ എന്ന്. ഇതോടെ രാഹുലിൻ്റെ BJP വിരുദ്ധതയിലെ ആത്മാർത്ഥതയും ചോദ്യം ചെയ്യപ്പെട്ടു. അതിനൊക്കെ ഉപരി BJP വിരുദ്ധ പോരാട്ടത്തിൽ അണിനിരന്നവരെ തളർത്താൻ അരവിന്ദ് കെജ്രിവാളും തേജസ്വി യാദവും തുടങ്ങി പിണറായി വിജയൻ എത്തി നിൽക്കുന്ന ആ നിരക്കെതിരായ പോരാട്ടം രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പരിപാടി ആരെ സുഖിപ്പിക്കാനാണ് എന്ന ചോദ്യം ഉയർത്തപ്പെട്ടു. ഇനി രണ്ടാമത്തേത്, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. രാഹുലിനെ ഇഞ്ച എന്നൊക്കെയാണ് ഇന്നസെന്റ് വേറെ പറയാറുള്ളത്. ഏകദേശം അമ്മാതിരി വരപ്പിച്ച ആക്ഷേപമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിണറായിക്കെതിരെ നാടുനീള പ്രസംഗിച്ചുകൊണ്ട് CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം, സ്വർണം കട്ടവൻ ആരപ്പ എന്ന്. സ്വർണ്ണക്കൊള്ളയിൽ കട്ടവനും പൊന്നുരുക്കിയവനും ഇടനിലക്കാരനും കൊള്ള മുതൽ വാങ്ങിയവനും എല്ലാം ഒത്തുചേർന്ന ഒരൊറ്റ സ്ഥലമേ ഇന്ത്യയിലുള്ളൂ. അത് സോണിയാമ്മയുടെ വീടാണ്.
രാഹുലിന്റെ അമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ പ്രചരണത്തിനാണ് യഥാർത്ഥത്തിൽ രാഹുൽ തന്നെ തുടക്കം കുറിച്ചത് എന്നർത്ഥം. സ്വർണം കട്ടത് ആരപ്പ എന്ന രാഹുലിന്റെ ചോദ്യം അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന പിണറായി വിജയന്റെ ഒരൊറ്റ ഉത്തരത്തോടെ കുഴഞ്ഞും മറിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി സ്വന്തം അമ്മയെ പറയിപ്പിച്ചു എന്നതാണ് ആ പ്രചരണത്തിലൂടെ രാഹുൽ ഗാന്ധി നേടിയെടുത്ത കാര്യം. ഇനി മൂന്നാമത്തേത്, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അതും FCRA കേസിൽ ഒരു വാക്ക് മിണ്ടാതെ FCRA നിയമ ഭേദഗതിയിൽ BJP പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ദേശീയ തലത്തിൽ തങ്ങളുടെ ഈ പരിപാടി BJPയുടെ ഈ നീക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ കുഴപ്പത്തിലാവുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. രാഹുൽ ഗാന്ധി എന്തായാലും അതിനെക്കുറിച്ചൊരു അക്ഷരം BJPയെ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ FCRA നിയമ ഭേദഗതിയെ എതിർക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അക്ഷരം പറയാതിരുന്നു. കേരളത്തിലെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്, KC വേണോലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു വർത്തമാനം. കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ കേരളത്തിൽ ഉയർന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ജോൺ ബ്രിട്ടാസും റഹീമും ജോസ് കെ മാണിയും അടങ്ങുന്ന MP മാർ കനത്ത പ്രതിഷേധം തീർത്ത് സമ്മർദ്ദം ഉയർത്തിയതിന് ശേഷമാണ് കോൺഗ്രസിന്റെ MP മാർ പോലും രംഗത്തിറങ്ങിയത്. പിന്നാലെ നടന്ന നാടകങ്ങൾ മലയാളി ഒരിക്കലും മറക്കില്ല. രാജീവ് ചന്ദ്രശേഖർ വരെ രംഗത്തിറങ്ങി കളിച്ച നാടകങ്ങൾ. എന്നാൽ രാഹുൽ ഗാന്ധി ഈ പ്രചരണത്തിനെത്തി പറയുകയാണ് ഇപ്പോൾ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട്. അതിനും കിട്ടിപ്പിടിപ്പത് മാത്രമല്ല, രാഹുലിന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മതം മാറ്റത്തിന്റെ പേരിൽ മിഷണറി വേട്ടയ്ക്ക് കാരണമാകുന്ന നിയമം ചർച്ച ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ അജ്ഞതയും അധിക പ്രസംഗവും ചൂണ്ടിക്കാണിച്ച് പിണറായി വിജയൻ രംഗത്തെത്തി. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും ഇട്ടു. അദ്ദേഹം പറഞ്ഞ പ്രധാന പോയിന്റ് ഇങ്ങനെയാണ്: കന്യാസ്ത്രീകളെ ഉൾപ്പെടെ അന്യായമായി അറസ്റ്റ് ചെയ്യാൻ BJP സർക്കാരിന് എക്കാലവും ആയുധമായത് കോൺഗ്രസിന്റെ സംഭാവനകളാണ് എന്നത് രാഹുൽ മറന്നുപോയോ? 22-23 ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കിടയിൽ നിന്ന് ആയിരക്കണക്കിന് ഗോത്രവിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരെ സംഘപരിവാർ പ്രേരണയാൽ ആട്ടിയോടിച്ചപ്പോൾ കോൺഗ്രസ് ഭരണമായിരുന്നില്ലേ അവിടെ? ഛത്തീസ്ഗഡിലെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. അന്ന് രാഹുൽ ഗാന്ധി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അവധിയെടുത്തിരുന്നു പോയോ? ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരമാണ് കന്യാസ്ത്രീകളെ BJP സർക്കാർ അറസ്റ്റ് ചെയ്തത്. 2000 മധ്യപ്രദേശിനെ വിഭജിച്ച് ഛത്തീസ്ഗഡ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അജിത് ജോഗിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് മധ്യപ്രദേശിലെ മതസ്വാതന്ത്ര്യ നിയമം ഛത്തീസ്ഗഡിലും അതേപടി നിലനിർത്തിയത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ട ഈ നിയമം റദ്ദാക്കാൻ പല ഘട്ടങ്ങളിൽ വർഷങ്ങളോളം സംസ്ഥാനത്ത് ഭരണത്തിലിരുന്ന കോൺഗ്രസ് തയ്യാറായതേയില്ല. ഭരണഘടനാ വിരുദ്ധവും മത ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരെ അടിച്ചമർത്താൻ ഉപയോഗിച്ചു വരുന്നതുമായ ഈ നിയമം റദ്ദാക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഏറ്റവും ഒടുവിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി CPIM പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ ഇക്കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ BJPക്കെതിരെ ശക്തമായി ഞങ്ങൾ പ്രതികരിച്ചു. CPMന്റെ അഖിലേന്ത്യാ നേതാക്കൾ അവിടെ എത്തി ഇടപെട്ടു. കോൺഗ്രസിന്റെ ഇടപെടലുകൾ ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു. കേരളത്തിലെ ചില നേതാക്കൾ രംഗത്ത് വന്നു. എന്നാൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം വിട്ടുനിന്നു. എന്തേ ഈ വിഷയത്തിൽ 2 നീതി കോൺഗ്രസിന്? ഇനി രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം: കോൺഗ്രസ് ഭരണത്തിലുള്ള ഹിമാചൽ പ്രദേശിലെങ്കിലും ഇതേ നിയമം റദ്ദ് ചെയ്യാൻ തയ്യാറുണ്ടോ? എന്തായാലും കോൺഗ്രസിന്റെ സ്വഭാവം വെച്ച് CPMനെ അളന്നു നോക്കാനും മാർക്കിടാനും അദ്ദേഹം വരേണ്ടതില്ല എന്നാണ് പിണറായി വിജയൻ തിരിച്ചടിച്ചത്. രാഹുലിന്റെ ആ വ്യാജ പ്രചരണം അതോടെ പൊളിഞ്ഞു. ഈ കന്യാസ്ത്രീകളെ വേട്ടയാടാൻ ഇടയാക്കിയ നിയമം നിർമ്മിച്ചത് രാഹുൽ ഗാന്ധിയുടെ സർക്കാരാണ്, കോൺഗ്രസ് സർക്കാരായിരുന്നു എന്ന് ഇപ്പം നാട്ടുകാർ അറിയുകയാണ്. ഇതിന് പിന്നാലെ കേരളത്തെ മുൻനിർത്തി രാഹുൽ നടത്തിയ മയക്കുമരുന്നിൽ ഇന്ത്യയിൽ 1-ാമതാണ് എന്ന വിദ്വേഷ പ്രചരണം കണക്കുകൾ വെച്ച് കേരളം പൊളിച്ചു കൊടുത്തു. മാത്രമല്ല FCRA നിയമ ഭേദഗതിയുമായി എത്തിയ BJPക്കെതിരെ അതിൻ്റെ പേരിൽ ഒരക്ഷരം മിണ്ടാത്തത് വിമർശനം ക്ഷണിച്ചു വരുത്തി. കോൺഗ്രസ് നിന്ന് പരങ്ങി. ഇനി 4-ാമത്തെ കാര്യം, കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി വരും എന്ന് പറഞ്ഞതാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഇറക്കുമതി ചെയ്ത് കേരളത്തിൽ ഭരണത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം എന്ന ആരോപണം ഉയർന്നു. അതോടെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആ നമ്പറിൽ കൊത്തിയില്ല. സാധാരണ രാഹുലിന്റെ ഇമാതിരി ശ്രദ്ധ കിട്ടാൻ ഇടയുള്ള പ്രസ്താവനകളിൽ പിടിച്ച് നേതാക്കൾ ഊഞ്ഞാലാടുന്നതാണ്. എന്നാൽ ഇത്തവണ വനിതാ മുഖ്യമന്ത്രി എന്ന വലിയ ചർച്ചയ്ക്ക് വഴി ഇടാനിടയുള്ള രാഹുലിന്റെ ആ വാഗ്ദാനം പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കളെ പീഡിപ്പിച്ചു എന്നതാണ് വസ്തുത. അതോടെ അവർ മിണ്ടാതെ നിന്നു, അതിന്മേൽ പിടിച്ചില്ല. അങ്ങനെ അതും പോയി. ഇനി 5-ാമത്തേത് രാഹുലിന്റെ ഗ്യാരണ്ടികളാണ്. ആദ്യഘട്ടത്തിൽ തന്നെ എതിരാളികൾ ഇഴകീറി തിരിച്ചടിക്കാൻ ശ്രമിച്ചു. UDFന്റെ പ്രകടന പത്രികയിലും പക്ഷേ പിന്നീട് അത് പ്രധാന വിഷയങ്ങളായി. മലയാളം മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് വലിയ പ്രചരണം നൽകി. രാഹുലിന്റെ ഗ്യാരണ്ടികളാണ് ഒരുപക്ഷെ UDFന്റെ പ്രചരണത്തിൽ 1-ാമതായി എത്തിയത്. എന്നാൽ ഓരോന്നും എടുത്തുയർത്തി പലവിധ ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ, അവരുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് നടുനിവർത്തിയ KSRTCയെ പൊളിക്കാനുള്ള പരിപാടിയെന്ന് വനിതകൾക്കുള്ള സൗജന്യ യാത്ര ആരോപിക്കപ്പെട്ടു. ഇൻഷുറൻസ്, സ്വകാര്യ കുത്തക ആശുപത്രികൾക്ക് സർക്കാർ പണം എത്തിക്കാനുള്ള ഗൂഢാലോചന
ഗൂഢാലോചനയായി ചിത്രീകരിക്കപ്പെട്ടു. 25 ലക്ഷം ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികൾ പൂട്ടുകയും സ്വകാര്യ ആശുപത്രികളിലേക്ക് ഒരു കുടുംബത്തിൻ്റെ പേരിൽ 25 ലക്ഷം വെച്ച് സർക്കാർ പണം നൽകി അവരെ പോറ്റാനുള്ള, സ്വകാര്യ കുത്തക ആശുപത്രികളെ വളർത്താനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ആ പണം സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ ഉയർത്താനും മറ്റും ഉപയോഗിച്ച് അങ്ങനെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സ, ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ച ചികിത്സ നൽകുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന ചോദ്യമാണ് ഉയർന്നത്. ഏറ്റവും അപകടകരമായത് 5 ലക്ഷം വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനമാണ്. വയനാട്ടിൽ പിരിച്ച പണം പുട്ടടിച്ചു എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ, ഇതുവരെ കൃത്യമായ കണക്ക് പോലും നൽകാൻ കഴിയാത്ത ഘട്ടത്തിൽ, കണക്കുമായി വന്ന സണ്ണി ജോസഫ് ഒടുവിൽ കുഴപ്പത്തിലായി എഴുന്നേറ്റ് പോയി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ ഇതെങ്ങനെ സാധിച്ചു കൊടുക്കും എന്ന ചോദ്യമാണ് ഉയർന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തും ഇല്ലാത്തത്രയും വലിയ തിരിച്ചടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് രാഹുൽ ഗാന്ധിയെ വരവേറ്റത് കേരളത്തിൽ. മറ്റിടങ്ങളിൽ റിസൾട്ട് വരും വരെ, ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബീഹാറിലാണെങ്കിൽ പ്രചരണമൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വരുന്നത് വരെ രാഹുലിൻ്റെ പ്രതാപം ഇങ്ങനെ ഉയർന്നു നിൽക്കാറുണ്ട്, മാധ്യമങ്ങൾ അത് ഉയർത്തി നിർത്താറുണ്ട്. എന്നാൽ ഇത്തവണ ഇവിടെ ഈ പ്രസംഗ പര്യടന കാലത്ത് തന്നെ പ്രചരണ ഉദ്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അപ്പം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു, പൊളിഞ്ഞ് കയ്യിൽ വീണു. ആക്ഷേപങ്ങളൊക്കെ തിരിച്ചടിച്ചു. ചില സിനിമകളിൽ സുരാജ് വെഞ്ഞാറുമൂടൊക്കെ അവതരിപ്പിക്കാറുള്ള വെല്ലുവിളിക്കാരന്മാരുടെ റോളിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ആഞ്ഞടിച്ചു വരികയാണ്. ഒടുക്കം തിരിച്ചടികളുടെ ഭാരത്താൽ പ്രചരണം ഒരറ്റത്ത് മുട്ടിക്കാൻ പാടുപെടുന്ന കാഴ്ചയാണ്. അതിനിടെ കിട്ടുന്ന ഇമാതിരി മനോരമ സ്റ്റോറികൾ മാത്രമാണ് ബാക്കിയാവുക. അതുകൊണ്ടൊക്കെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നിർണായകമാണ്. അതുവരെയെങ്കിലും അദ്ദേഹത്തിനൊരു സമയം കൊടുക്കണമെന്നാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്. മൂപ്പർക്ക് മറ്റു പല സ്ഥലത്തും പോയിട്ട് ഇമാതിരി പണി ചെയ്യാനുള്ളതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.